മലയാള സിനിമയുടെ പേരിലൊരു മ്യൂസിയം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. ആ ആശയത്തിൻ്റെ ഭാഗമായിട്ടൊരു കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കാൻ ഉള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ആ കൺസെപ്റ്റ് നോട്ട് ഇപ്പോൾ അപ്രൂവ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ളൊരു DPR പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സിനിമ മ്യൂസിയം എന്ന് പറയുന്നത് മലയാള സിനിമ മാത്രമല്ല, മലയാള സിനിമ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സിനിമ ആൻഡ് ഇൻ്റർനാഷണൽ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതിയായിരിക്കും. അതായത് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നില്ല. അത് യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. അതുപോലെ അത് യാഥാർത്ഥ്യമായാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം മ്യൂസിയം അതായിരിക്കും. യാഥാർത്ഥ്യമായാലെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാകാൻ ഒരുപാട് കടമ്പകളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു അതിനുള്ളൊരു പ്രൊവിഷനുണ്ട്. ഒരു മ്യൂസിയം ഓഫ് മൂവിങ് ഇമേജസ് എന്നുള്ള ലൈനിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ചലനചിത്രങ്ങളുടെ ഒരു മ്യൂസിയം എന്നുള്ള നിലയിലാണ് അത് സർക്കാർ അതിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നോട്ടിന് അംഗീകാരം ലഭിക്കുകയും ആ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു വലിയ മൂവ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2028 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് യാഥാർത്ഥ്യമാവണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2028 അത് 100 വർഷം തികയുന്ന മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഹോമേജ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അത്